വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ ജീവിതമാസകലം കോടതി മുറികളിലും കോടതി വരാന്തകളിലൂടെയും സമയം ചെലവഴിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരിനിറങ്ങി ജീവിതം എവിടെയും എത്താതെ ആടിയുലഞ്ഞ് കുടുംബജീവിതം തകർന്നുപോയ ശിഥിലമായ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അടുക്കല് നേരിട്ട് ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് പലരും പറയാറുള്ള വിഷയങ്ങളിൽ ഒരു വിഷയം ഇത് തന്നെയാണ്: കുടുംബ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളത് അറിയൂല. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയാൻ പോകുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഈ കരുതുന്നത് പോലെ അവിടെയുള്ള സ്വത്തുമായി ബന്ധപ്പെട്ടതോ അതൊക്കെ പുറമെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതൊക്കെ ആയിരിക്കാം കാരണം. അമ്മായിമ്മയുമായി ബന്ധപ്പെട്ടതോ ഭർത്തൃ വീട്ടുകാരുമായോ ഭാര്യ വീട്ടുകാരുമായി ബന്ധപ്പെട്ടതോ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ചതികളുമായി ബന്ധപ്പെട്ടതോ ഒക്കെ പുറമെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഞാനീ പറയാൻ പോകുന്ന ചില കാരണങ്ങളാണ്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ അങ്ങനെ പരസ്പരം ദേഷ്യം പിടിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെ പരസ്പരം വൈരാഗ്യത്തിലേക്കും ഈ പിണക്കങ്ങളിലേക്കും അത് വലിയ ശത്രുതയിലേക്കും നയിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇതൊക്കെയാണ്. കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം. അതിന് പരിഹാരമായിട്ടൊരു 10 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കാരണമൊക്കെ ഇതായിരുന്നു. ഈ കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു, അങ്ങനെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള അനൈക്യങ്ങളും അത് മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിൽ, മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിൽ, ഇതിനൊക്കെയുള്ള അനൈക്യത്തിനും ഈ ശത്രുതയ്ക്കും ഈ ഒത്തൊരുമയില്ലായ്മയ്ക്കൊക്കെ കാരണം എന്താണെന്നറിയോ? അത് പൈശാചികതയാണ് അതിൻ്റെയൊക്കെ പ്രധാന കാരണം. നമ്മുടെ ജീവിതത്തിലെ ഷെയ്ത്വാനിന്റെ ചില സാന്നിധ്യം, ചില സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ തന്നെ അങ്ങനെയുണ്ട്. നമ്മൾ മുമ്പ് പല വീഡിയോസുകളിലും ആ ഹദീസ് വായിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. ഷെയ്ത്വാൻ അവരുടെ പിശാച് അവരുടെ ഇബ്ലീസ് അവരുടെ അണികളെ ഇങ്ങ് പറഞ്ഞയക്കും. ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന് പുറപ്പെട്ടു പോയി ഇന്നാലിന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഫിത്നയുണ്ടാക്കി വരണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഫിത്നയുണ്ടാക്കി വരുമ്പോ ഇബ്ലീസ് ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന കുടുംബങ്ങളെ പിഴപ്പിച്ചു, അവരെ തമ്മിൽ വിയോജിപ്പുണ്ടാക്കി, അവരെ തമ്മിൽ അകറ്റി നിർത്തി എന്നൊക്കെ പറയുമ്പോൾ ഇബ്ലീസ് അവരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. അത്തരം പൈശാചിക ഉപദ്രവവും പൈശാചിക സ്വാധീനവും പൈശാചിക ദുർബോധനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന 10 കാര്യങ്ങളാണ് പറയുന്നത്. വളരെ കൃത്യമായി കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. കുടുംബജീവിതം സന്തോഷത്തിലായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് എന്ന് 3 തവണ പറയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിശാചിൽ നിന്ന് അഭയം തേടണം ഓരോ പ്രഭാതത്തിലും. അതിനെന്താണ് ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ചുരുങ്ങിയതൊരു 3 തവണയെങ്കിലും ചൊല്ലുക. ഇതിനധികം സമയം ചെലവഴിക്കണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് ചൊല്ലുക. പിന്നെ രണ്ടാമത്തത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്ക് സിഹർ, ഐന്, ശൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങള് ഇതിനെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്തുകളും കൂടെയാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ അത്രമേൽ ധാരാളം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാനിതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. സിഹർ ബാത്തിലാക്കാനൊക്കെ ഏറ്റവും
പവർഫുൾ ആയിട്ടുള്ള 2 സൂറത്തുകളുകൂടെയാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. മൂന്നാമത്തേത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് അത്രമേൽ പവിത്രതയുള്ളതാണ്. ഇപ്പൊ ഇതിനൊക്കെ കൂടുതൽ സമയം നമുക്ക് ആവശ്യമുണ്ടായോ? നിങ്ങൾ ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നമുക്ക് വലിയ കാവൽ ലഭിക്കും. നാലാമത്തത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളെങ്കിലും പ്രഭാതങ്ങളിൽ പാരായണം ചെയ്യുക. പ്രദോഷമാകുന്നതിനിടയ്ക്ക്, സന്ധ്യാസമയമാകുന്നതിനിടയ്ക്ക്, ഉറങ്ങുന്നതിനിടയ്ക്ക് ഇത്തരം പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ അത് പാരായണം ചെയ്യുക. ആമനർ റസൂൽ മുതൽ ആ സൂറത്തിന്റെ അവസാനം വരെ നമ്മൾക്കൊക്കെ കാണാതെ അറിയാവുന്നതാണ്. ഇതിനൊന്നും കൂടുതൽ സമയം ആവശ്യമായി വരില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്നതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങളും കഴിഞ്ഞ് ഏറ്റവും സവിശേഷമേറിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദിക്റ്. ഈ ദിക്ർ ആരെങ്കിലും ദിനം പ്രതി 100 തവണ ഉരുവിടുകയാണെങ്കിൽ അന്നത്തെ ദിവസം അയാൾക്ക് ശൈത്വാനിൽ നിന്ന് വലിയ കാവൽ ലഭിക്കുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അറിയോ? ബുഖാരി എന്ന് കേട്ടിട്ടുണ്ട്, മുസ്ലിം എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ, തുർമുദി എന്ന് കേട്ടിട്ടുണ്ട്, നസായി എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഹദീസിന്റെ കിതാബുകൾ കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ, അബൂദാവൂദിലുണ്ട്, അഹമ്മദിലുണ്ട്, റളിയല്ലാഹു അൻഹുമ, ഇങ്ങനെ ഓരോ പേര് ഇങ്ങനെ പറയാറുണ്ടല്ലോ, റളിയല്ലാഹു അൻഹും, ഇങ്ങനെ ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്നതിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവരൊന്ന് എഴുതി അറിയിക്കും മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പൊ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, ആരെങ്കിലും ഇത് ഓരോ ദിവസത്തിലും 100 തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ പൈശാചികമായ ഉപദ്രവം അവനുണ്ടാകൂല, ഷൈത്വാനിൽ നിന്ന് വലിയ കാവൽ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ അത് പ്രഭാതത്തിൽ ചൊല്ലുക. അതേപോലെ തന്നെ നല്ലൊരു പരിചയാണ്, നല്ലൊരു കവചമാണ്. പൈശാചികമായ ഉപദ്രവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വുളൂ ദായിമാക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ദായിമുൽ വുളൂ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും തൗഫീഖ് ലഭിച്ചോളണമെന്നില്ല. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അത്തരക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നല്ലൊരു ലക്ഷണാണത്. വുളൂയോടുകൂടെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആരും കൊതിച്ചു പോകുന്നതാണ്. അപ്പൊ വുളൂയോടുകൂടെ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവേ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു 3 തവണ ചൊല്ലി അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അവസാന പദം അങ്ങനെ ആക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ വുളൂ ദായിമാക്കുക. മറ്റൊന്നാണ് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നിസ്കരിക്കുന്ന സമയം അത്രയും പിശാചിന് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സംസാരം, ഭക്ഷണം, അതേപോലെ തന്നെ ഇവയിൽ നിന്നൊക്കെ അനാവശ്യമായത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അനാവശ്യമായ സംസാരം, അതിങ്ങനെ ആരോടാണെങ്കിലും അനാവശ്യമായിട്ട് വെറുതെ കുറേ നേരം അതും ഇതൊക്കെ മറ്റുള്ളവന്റെ ഗീബത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് സങ്കല്പിക്കുക. അവിടെ പൈശാചികമായൊരു ഇടപെടൽ ഉണ്ടാകും, നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹറാമായ ഭക്ഷണം കഴിക്കുക, പൈശാചികമായ ഇടപെടൽ ഉണ്ടാകും. അതേപോലെ തന്നെ അമിതമായിട്ട് ഇങ്ങനെ കഴിക്കുക, ഒരുപാട് കഴിക്കുക, അതൊക്കെ ശരിക്കും പൈശാചികമായ ഇടപെടലിന് കാരണമാകുന്നതാണ്. അതേപോലെ തന്നെ അനാവശ്യമായ ദർശനം, അത് ഹറാമുമായി ബന്ധപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ആളുകളുമായിട്ട് ഇടകലരൽ, ഇതിനൊക്കെ ഉപേക്ഷിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ. ഇതൊക്കെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പിശാച് ഇത്തരം കാര്യങ്ങളിലൂടെ മനുഷ്യനെ സ്വാധീനിക്കുകയും ആ സ്വാധീനിക്കുന്നതിലൂടെ ആ പിശാചിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ മഹത്തുക്കൾ പറഞ്ഞതാട്ടോ, നമ്മൾ വെറുതെ ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ പറയുന്നതല്ല. ഞാനതിൻ്റെ അറബിയൊന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ തീർച്ചയായും ഇത്തരം പൈശാചികത നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് വലിയ കാവൽ ലഭിക്കും. അതോടുകൂടെ നമുക്ക് ലഭിക്കുന്നതോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും, ജോലിയിലുണ്ടാകും, എല്ലാത്തിലും നല്ല റാഹത്തുണ്ടാകും. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളൊന്നും മനസ്സിലാക്കാതെ
നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പിശാച് ഒരു വലിയ ശത്രു തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതല്ലേ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.